നീ ഇത്ര ലേറ്റായേ? എടാ അവള് ക്ലാസ്സും കഴിഞ്ഞ് ട്യൂഷൻ എടുക്കാൻ പോകുന്നുണ്ട്. അമ്മ എനിക്ക് തലവേദന എടുക്കുന്ന ഒരു ചായ എടുത്തേ. നിനക്ക് ക്ലാസ്സിന് പോകുന്ന ഇതിനെല്ലാം എങ്ങനെ സമയം കിട്ടുന്നടി? സമയമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ലാത്ത സമയം ഉണ്ടാക്കി പോവും. എനിക്ക് വയ്യാത്തോണ്ട് ജോലിക്കൊന്നും പോകുന്നില്ല. അവൾ ആ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇത്ര ബുദ്ധിമുട്ടുണ്ടെ പറയാൻ എന്താ? ഞങ്ങൾക്ക് ഇവിടെ ആരുടെയും പൈസയൊന്നും വേണ്ട. അമ്മയ്ക്ക് ചായ എടുത്തരാൻ പറ്റുമോ? എന്തിനാ അവൾ ഇത്ര ദേഷിക്കുന്നേ? അവളുടെ അച്ഛൻ വയ്യായിരുന്നപ്പോഴേ ബന്ധുക്കൾ ആരും തിരിഞ്ഞു നോക്കിയില്ല. നിന്നെ വിളിച്ചായിരുന്നല്ലേ? വിഷ്ണു ചേട്ടാ, അച്ഛനെ പെട്ടെന്ന് വയ്യാണ്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നു. കുറച്ച് ക്യാഷ് എന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? അല്ല, അമ്മ ഒന്നും തന്നില്ലേ? നിന്റെ അമ്മ വിചാരിച്ചാണ് തിരിച്ചു കിട്ടത്തില്ല, അതുകൊണ്ടായിരിക്കും തരാഞ്ഞത്. ഞാൻ നാട്ടിലില്ലായിരുന്നല്ലോ, ഇവിടെ നടന്നൊന്നും അറിഞ്ഞില്ല. അതൊന്നും സാരമില്ല. അല്ലേലും അച്ഛൻ്റെ തെറ്റാ. ഞാൻ തമാശക്കാണെങ്കിലും പറയുമായിരുന്നു. കിട്ടുന്ന പൈസ മൊത്തം ബന്ധുക്കാർക്കും ചേട്ടന്മാർക്കും ഒക്കെ കൊടുത്തോണം. അവസാനം എന്നെ കെട്ടിക്കാറാകുമ്പോഴാ കിടന്നോടുന്നത്. എന്തേലും പൈസ അച്ഛൻ മാറ്റി വെച്ചിരുന്നെങ്കിലേ അച്ഛൻ ഇപ്പോഴും ജീവനോടെ കണ്ടേനെ. അല്ലെങ്കിലും പണം ഉണ്ടെങ്കിലേ ബന്ധുക്കളെല്ലാം ഉണ്ട്. നിനക്കെങ്കിലും നാട്ടിൽ വന്നപ്പോ ഒന്ന് വരാൻ തോന്നിയല്ല, അത് മതി.